നമസ്കാരം. പ്രവാസി ചാനൽ e-malayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ടെക്സസ് വെള്ളപ്പൊക്കത്തിൽ മരിച്ചത് 28 കുട്ടികൾ ഉൾപ്പെടെ 100-ലധികം പേർ. അമേരിക്കയുടെ 250ാമത് വാർഷികാഘോഷം ഓർമ്മ ഇന്റർനാഷണൽ സെലിബ്രേഷൻസ് കൗൺസിൽ നിലവിൽ വന്നു. മധ്യ ടെക്സസിൽ ഒരു തലമുറയിൽ ഒരിക്കൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തമെന്ന് വൈറ്റ് ഹൌസ് വിശേഷിപ്പിച്ച വെള്ളപ്പൊക്കത്തിൽ 28 കുട്ടികൾ ഉൾപ്പെടെ 100-ലധികം പേർ മരിച്ചതായി സ്ഥിരീകരണം. മഹാപ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം ഇനിയും ഉയരുമെന്ന് സംസ്ഥാന അധികൃതർ ഞായറാഴ്ച പറഞ്ഞു. ഗാഡലുപ്പ് നദിയുടെ തീരത്തുള്ള ക്രിസ്ത്യൻ സമ്മർ ക്യാമ്പായ ക്യാമ്പ് മിസ്റ്റിക്കിൽ പങ്കെടുത്ത 10 പെൺകുട്ടികളുടെ ഒരു സംഘത്തിനും ഒരു കൌൺസിലർക്കുമായി രക്ഷാപ്രവർത്തകർ ഇപ്പോഴും തിരച്ചിൽ നടത്തുകയാണെന്ന് കെർ കൌണ്ടി ഷെരീഫ് ലാറി ലീത്ത പറഞ്ഞു. പൊതുജനങ്ങൾക്ക് അപകടത്തെക്കുറിച്ച് ശരിയായ മുന്നറിയിപ്പ് ലഭിച്ചില്ലെന്ന അവകാശവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഈ വെള്ളപ്പൊക്കത്തിന് പ്രസിഡന്റ് ട്രംപിനെ കുറ്റപ്പെടുത്തുന്നത് നുണയാണ് എന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരോലിൻ ലീവിറ്റ് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൊടുങ്കാറ്റിന് 12 മണിക്കൂർ മുൻപ് മുന്നറിയിപ്പുകൾ ആരംഭിച്ചതിനെ നാഷണൽ വെതർ സർവീസ് ന്യായീകരിച്ചു. കൂടാതെ 3 മണിക്കൂറിൽ കൂടുതൽ പ്രാഥമിക ലീഡ് സമയം നൽകിയതായും അവർ വ്യക്തമാക്കി. തിങ്കളാഴ്ച രാവിലെ 27 ക്യാമ്പ് അംഗങ്ങളും കൌൺസിലർമാരും മരിച്ചതായി ക്യാമ്പ് മിസ്റ്റിക് സ്ഥിരീകരിച്ചു. വെള്ളപ്പൊക്ക ബാധിത പ്രദേശമായ ടെക്സസിലെ കെർവില്ലയിലെ ലോക്കൽ പോലീസ് പ്രദേശം ഒഴിവാക്കാൻ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്ന കാഴ്ചക്കാർ ആദ്യ പ്രതികരണക്കാർക്ക് തടസ്സമുണ്ടാക്കിയതായും പോലീസ് പറയുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിയോടെ 10 ഇഞ്ച് വരെ മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ നദികൾ, അരുവികൾ, മറ്റ് താഴ്ന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന് വെതർ സർവീസ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് e-മലയാളി. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250ാം വാർഷികാഘോഷങ്ങളിൽ പങ്കാളികളാകുവാൻ ഓർമ്മ ഇന്റർനാഷണൽ സെലിബ്രേഷൻസ് കൗൺസിൽ നിലവിൽ വന്നു. അമേരിക്കൻ ദേശീയതയിൽ അമേരിക്കൻ മലയാളികളുടെ ഗുണാത്മക സംഭാവനകളെ മിഴിമുറ്റതാക്കി ഉണർത്തി കാണിക്കുക എന്ന ദൌത്യമാണ് ഓർമ്മ ഇന്റർനാഷണൽ സെലിബ്രേഷൻസ് കൗൺസിൽ നിർവഹിക്കുക. ക്വാർട്ടർ മില്ലേനിയം, സെമി ക്വിൻസെന്റിനിയൽ, ബൈസെസ്ക്വെന്റിനിയൽ, സെസ്റ്റർ സെന്റിനിയൽ എന്നിങ്ങനെ വിവിധ പേരുകളുള്ള അമേരിക്ക 250ാം വാർഷികാഘോഷങ്ങൾ മൂർധന്യത്തിലെത്തുന്ന ജൂലൈ 4, 2026 വരെ ഓർമ്മ ഇന്റർനാഷണൽ സെലിബ്രേഷൻസ് കൗൺസിൽ അണമുറിയാതെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അരങ്ങുകളിലും വേദികളിലും എണ്ണം പറഞ്ഞ അമേരിക്കൻ മലയാളികളുടെ അമേരിക്കൻ ജീവിത സംഭാവനകളെ ഹൈലൈറ്റ് ചെയ്യും. ഫിനാലെയിൽ കലാസന്ധ്യയും അവാർഡ് നിശയും നടത്തും. അമേരിക്കൻ മലയാളികളിലെ 1, 2, 3, 4 തലമുറകളിലെ പ്രഗത്ഭരുടെ പ്രഭാവത്തെ ദീപ്തമാക്കും. ചെയർമാൻ ജോർജ് നടവയൽ, ഓർമ്മ ഇന്റർനാഷണൽ ഭാരവാഹികളായ ജോസ് ആറ്റപ്പുറം, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ, പ്രസിഡന്റ് സജി സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് പിന്റോ കണ്ണമ്പള്ളി, ജനറൽ സെക്രട്ടറി ക്രിസ്റ്റി എബ്രഹാം, ട്രഷറർ റോഷിൻ പ്ലാമോട്ടൽ, PRO മെർലിൻ മേരി അഗസ്റ്റിൻ, പബ്ലിക് അഫയേഴ്സ് ചെയർ വിൻസെന്റ് ഇമാനുവൽ, ലീഗൽ കൗൺസിൽ ചെയർ ജോസഫ് കുന്നേൽ, ടാലന്റ് പ്രൊമോഷൻ ഫോറം ചെയർ ജോസ് തോമസ്, ബിസിനസ് ബിഗ് വിംഗ് ജോ തോമസ്, ചീഫ് ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് അറ്റോർണി, ചീഫ് ഓഫ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ മേജർ ക്രൈം യൂണിറ്റ്സ്, ചീഫ് ഓഫ് ഗ്രാൻഡ് ജൂറി ജോവിൻ ജോസ്, ബിസിനസ് കൺസൾട്ടന്റ് അനീഷ് ജെയിംസ്, പ്രശസ്ത നർത്തകി നിമ്മി ദാസ്, നൃത്തവർഷിണി അവാർഡ് ഫെയിം, ഓർമ്മ ഇന്റർനാഷണൽ ഫിലാഡൽഫിയ ചാപ്റ്റർ പ്രസിഡന്റ് ശൈല രാജൻ എന്നിവരാണ് കൗൺസിൽ അംഗങ്ങൾ. രാഷ്ട്രീയ ഭരണസാരഥികൾ, സാമൂഹിക സംഘടനാ പ്രവർത്തകർ, ആത്മീയ പ്രചോദകർ, വിദ്യാഭ്യാസ വിദഗ്ധർ, കലാകാരന്മാർ, എഴുത്തുകാർ, സിനിമാ കലാകാരന്മാർ, കായിക താരങ്ങൾ, ശാസ്ത്രജ്ഞർ, ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികൾ, നഴ്സുമാർ, അധ്യാപകർ, ഡോക്ടർമാർ, ബിസിനസ്സുകാർ, പത്രപ്രവർത്തകർ എന്നിങ്ങനെ വിവിധ രംഗങ്ങളിൽ ശോഭിച്ച അമേരിക്കൻ മലയാള വ്യക്തിത്വങ്ങളെയും അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളെയും കേന്ദ്രീകരിച്ചാണ് പരിപാടികൾ ക്രമപ്പെടുത്തുക. ന്യൂസ് ഡെസ്ക് e-മലയാളി. ഇതോടെ പ്രവാസി ചാനൽ e-malayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@e-malayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.